നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തിയെങ്കിലും തോൽവിയോടെ തന്നെയാണ് തുടക്കം. ഘടകകക്ഷികളുടെ നിർബന്ധത്തിനും വഴങ്ങിയും അനുസരിച്ചും മുന്നോട്ടു പോകുക പ്രയാസമായിരിക്കുമെന്ന തിരിച്ചറിവ് തന്നെയാണ് BJPയുടെ തോൽവി ഒന്നുകൂടി ചർച്ചയാക്കുന്നത്. അതോടുകൂടി മന്ത്രിസഭയിലെ പ്രമുഖരെയല്ല BJP കാത്തിരിക്കുന്നത്, ശക്തനായ ഒരു അധ്യക്ഷനെയാണ്. ഏതു പ്രതിസന്ധി ഇനി വന്നാലും പിടിച്ചു നിർത്താനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും കഴിയുന്ന ഒരു നേതാവ് അധ്യക്ഷനായി വരിക തന്നെ വേണം, അല്ലെങ്കിൽ ഭരണം അടിതെറ്റും. അതിനായി വീണ്ടും RSSൽ തന്നെ അഭയം പ്രാപിക്കുകയാണ് BJP. യഥാർത്ഥത്തിൽ RSSന്റെ ആവശ്യം തങ്ങൾക്കില്ലെന്നും സ്വയം പര്യാപ്തത കൈവരിച്ചുവെന്നുമൊക്കെ വലിയ വായിൽ വീമ്പിളക്കിയ BJP നേതൃത്വം അവസാനം തോൽവി അറിഞ്ഞതോടെ RSSന്റെ ചൊൽപ്പടിയിലേക്ക് തന്നെ നീങ്ങുകയാണ്. ഇതിൻ്റെ സൂചനയാണിപ്പോൾ ലഭിക്കുന്നത്. അതുപ്രകാരം JP നഡ്ഡയുടെ ഒഴിവിലേക്ക് വരുന്ന പേരുകൾ മുഴുവൻ RSSകാരുടേതാണ്. ശിവരാജ് ചൗഹാൻ, ധർമ്മേന്ദ്ര പ്രധാൻ, നിർമ്മല സീതാരാമൻ തുടങ്ങിയവരെല്ലാം മന്ത്രിസഭയിൽ അംഗങ്ങളായതോടെ മറ്റു ചില പേരുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞു കേൾക്കുന്ന പേര് 6 പേരുടേതാണ്. അതിൽ ഒന്നാമൻ മുൻ RSS പ്രചാരകനും രാജസ്ഥാൻ സ്വദേശിയുമായ സുനിൽ ബൻസാലാണ്. നിലവിൽ BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായ ബൻസാൽ അമിത്ഷായുമായി അടുത്ത ബന്ധമുള്ളയാളാണ്. RSSന്റെ പിന്തുണയും അദ്ദേഹത്തിനുണ്ട്. മറ്റൊരാൾ മുൻ ലോക്സഭാ സ്പീക്കർ കൂടിയായ ഓം ബിർളയാണ്. സ്ഥാനമൊഴിയുന്ന സ്പീക്കർ ഓം ബിർള ശക്തമായ RSS പിന്തുണയുള്ള നേതാവ് തന്നെയാണ്. കോട്ട മണ്ഡലത്തിൽ നിന്നും, അദ്ദേഹവും രാജസ്ഥാൻകാരൻ തന്നെയാണ്, രാജസ്ഥാനിലെ കോട്ട മണ്ഡലത്തിൽ നിന്ന് കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ ബിർള തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുകൊണ്ട് മന്ത്രിസ്ഥാനത്തേക്കോ അതുപോലെ സ്പീക്കർ സ്ഥാനത്തേക്കോ അദ്ദേഹം ഉണ്ടാകില്ല. RSSനെ കൂടാതെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ വിശ്വസ്തൻ കൂടിയാണ് ബിർള. അതുപോലെ തന്നെ മറ്റൊരു പേര് മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറിൻ്റേതാണ്. അനുരാഗ് ഠാക്കൂർ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് അപ്രതീക്ഷിതമായി ഒഴിവാക്കപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞു കേൾക്കുന്നു. മുൻ മോദി സർക്കാരിൽ കായിക, ഇൻഫർമേഷൻ, ബ്രോഡ്കാസ്റ്റിംഗ് തുടങ്ങിയ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്ത അനുരാഗ് ഠാക്കൂർ 5ാം തവണയും ഹിമാചൽ പ്രദേശിലെ ഹാമിർപൂർ സിറ്റിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടാണ് ഇനി പാർട്ടിയെ നയിക്കുവാൻ എത്തുമോ എന്നെല്ലാവരും ഉറ്റുനോക്കുന്നത്. പക്ഷേ JP നഡ്ഡയും ഹിമാചൽ പ്രദേശുകാരനായിരുന്നു. ഹിമാചൽ പ്രദേശിൽ നിന്ന് ഒരാൾ പോകുമ്പോൾ അവിടുത്തുകാരനെ തന്നെ വീണ്ടും നിയമിക്കുന്നത് പാർട്ടിയിൽ മറ്റൊരു ചർച്ചയ്ക്ക് ഇടവരുത്തും. ഇനി മറ്റൊരാൾ വിനോദ് താവ്ഡെയാണ്. ബൻസലിനെ പോലെ തന്നെ വിനോദ് താവ്ഡെയും ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. RSS ABVP പശ്ചാത്തലത്തിൽ നിന്നുള്ള താവ്ഡെ മഹാരാഷ്ട്രയിൽ മന്ത്രിയായിരുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പടിപടിയായി ഉയർന്നു വന്ന നേതാവാണ് താവ്ഡെ. അദ്ദേഹത്തെയും പരിഗണനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു പേരുണ്ട്, കർണാടകക്കാരനായ BL സന്തോഷിൻ്റേതാണ്. BL സന്തോഷ് നിലവിൽ BJPയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. RSS പ്രചാരകൻ കൂടിയായ അദ്ദേഹം പാർട്ടിയുടെ ശക്തി കേന്ദ്രവുമാണ്. RSS BJP കൂട്ടുകെട്ടിൻ്റെ ഒരു അച്ചുതണ്ട് എന്ന് വേണമെങ്കിൽ സന്തോഷിനെ വിശേഷിപ്പിക്കാം. എന്നാൽ 2023 കർണാടക തെരഞ്ഞെടുപ്പിൽ ആ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം സന്തോഷിനാണ് എന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിനുള്ള ഒരു മൈനസ് പോയിന്റ് എന്ന് പറയുന്നത്. ഏതായാലും RSS വീണ്ടും BJPയിൽ പിടിമുറുക്കും എന്നുള്ളത് തന്നെയാണ് സൂചന. അത് നിതിൻ ഗഡ്കരിക്കും യോഗി ആദിത്യനാഥിനുമെല്ലാം നരേന്ദ്രമോദിയെ വരച്ച വരയിൽ നിർത്താനുള്ള ഒരവസരം കൂടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്.